വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ KSRTC സെപ്റ്റംബർ 2024 ഈ മാസം ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്പുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഓരോ ദിവസവും 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഏതൊക്കെ ഡിപ്പോയിൽ നിന്ന് ഏതൊക്കെ പാക്കേജ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഞാനിത് അതിൽ ആദ്യത്തെ കോളം ഏത് ഡിപ്പോയിൽ നിന്നാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ് KSRTC ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ്. വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് പാക്കേജ് നെയിം വാഗമണിലേക്കാണ് ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നത്. 1 സെപ്റ്റംബർ ആണ് ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് സീറ്റ്സ് 45 ആണ്. പാക്കേജിൽ ഉള്ള എണ്ണം 45 സീറ്റ് ഉണ്ട്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുക്കിംഗ് എടുക്കാവുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഓരോ റോയിലും ഉള്ളത്. അപ്പോൾ ഓരോരോന്നായിട്ട് നിങ്ങൾക്ക് നോക്കി പോവാം. രണ്ടാമത്തെ ട്രിപ്പ് കിളിമാനൂർ ഡിപ്പോയിൽ നിന്നാണ്. പെരുമാതുറ പാക്കേജ് ആണ്. കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട് സെപ്റ്റംബർ 1-ാം തീയതി തന്നെ. കൊല്ലം ഡിപ്പോയിൽ നിന്ന് ഇല്ലിക്കൽ പാക്കേജ് ഉണ്ട് സെപ്റ്റംബർ 1-ന്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് റോസ്മല പാക്കേജ് ഉണ്ട്. തിരുവല്ല ഡിപ്പോയിൽ നിന്ന് ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ഗവി ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് മലക്കപ്പാറയുണ്ട്. ചേർത്തലയിൽ നിന്ന് മലക്കപ്പാറിന് ഞാൻ സ്പീഡിന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ ഈ ഓരോ ഡിപ്പോയിൽ നിന്നുള്ള പാക്കേജ് അറിയാൻ പറ്റും. അതിന്റെ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ ട്രിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അവർ ഷെയർ ചെയ്യും. അതിന്റെ റേറ്റ്സും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് തരും. അതിന്റെ ഐറ്റിനറിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിന് പറഞ്ഞു പോകുന്നത്. ചേർത്തല ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ ട്രിപ്പ് ഉണ്ട്. സെപ്റ്റംബർ 1-നുള്ള ട്രിപ്പുകൾ ഞാനിപ്പോൾ പറയുന്നത്. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. ട്രിവാൻഡ്രം ടെമ്പിൾസ് ആണത്. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് ഇലവീഴ പുഞ്ചിറ പാക്കേജ് ഉണ്ട്. കോട്ടയം ഡിപ്പോയിൽ നിന്ന് മൂന്നാർ പാക്കേജ് ഉണ്ട്. ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. വൈക്കം ഡിപ്പോയിൽ നിന്ന് ഇല്ലിക്കൽ പാക്കേജ് ഉണ്ട്. എരുമേലി ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം പാക്കേജ് ഉണ്ട്. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ്, ചാലക്കുടിയിൽ നിന്ന് അഷ്ടമുടി, ചാലക്കുടിയിൽ നിന്ന് പഞ്ചപാണ്ഡവ, തൃശ്ശൂർ മലക്കപ്പാറ, പാലക്കാട് നിന്ന് നെല്ലിയാമ്പതി, മലപ്പുറത്ത് നിന്ന് ട്രിപ്പുണ്ട്. കോഴിക്കോട് നിന്ന് നെല്ലിയാമ്പതി പാക്കേജ് ഉണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി പാക്കേജ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് 1-ാം തീയതി ഉള്ളത്. ഇനി അടുത്ത 2-ാം തീയതി സെപ്റ്റംബർ 2-ാം തീയതിയുള്ള ട്രിപ്പുകളാണ്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ഗവി ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം ഉണ്ട്. അത്രയാണ് 2-ാം തീയതി ഉള്ളത്. ഇനി സെപ്റ്റംബർ 3-ാം തീയതി ഉള്ളത് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട്. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് മൂകാംബിക പാക്കേജ് ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് സെപ്റ്റംബർ 4-ന്. നെയ്യാറ്റിങ്കര ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട് സെപ്റ്റംബർ 5-ന്. ചടയമംഗലത്ത് നിന്ന് പഞ്ചപാണ്ഡവയുണ്ട്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവല്ല ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. നിങ്ങൾ ഈ ഡേറ്റ് കറക്റ്റായിട്ട് നോക്കിക്കോളുക. ഈ ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഈ ഡേറ്റിലാണ് ഉള്ളത്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ആ ഒരു ഇതിൽ നോക്കിയാൽ മതി. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ, അത് സെപ്റ്റംബർ 6-നാണ്. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട് സെപ്റ്റംബർ 6-ന്. എടത്വ ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട്. തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് നെഫർടിറ്റി പാക്കേജ് ഉണ്ട്. മൂലമറ്റം ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട് പാക്കേജ് ഉണ്ട്. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ഗവി ഉണ്ട്. കണ്ണൂരിൽ നിന്ന് തന്നെ വാഗമൺ പാക്കേജ് ഉണ്ട്. കണ്ണൂരിൽ നിന്ന് മൂന്നാർ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഗവി ഉണ്ട്, അത് സെപ്റ്റംബർ 7-ാം തീയതിയാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് പൊന്മുടി ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് ഗവി ഉണ്ട്. കൊല്ലത്തുനിന്ന് തന്നെ നെഫർടിറ്റി പാക്കേജ് ഉണ്ട്. ചേർത്തലയിൽ നിന്ന് ജംഗിൾ സഫാരി പാക്കേജ് ഉണ്ട്. ഹരിപ്പാട് നിന്ന് കാന്തല്ലൂർ പാക്കേജ് ചാർട്ട് ചെയ്തിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. കട്ടപ്പനയിൽ നിന്ന് നെഫർടിറ്റി ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. കൂത്താട്ടുകുളത്ത് നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം ഉണ്ട്. കോതമംഗലത്ത് നിന്ന് മലക്കപ്പാറ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയുണ്ട്. കോഴിക്കോട് നിന്ന് മൂന്നാറുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട് പാക്കേജ് ഉണ്ട്. ഇത്രയാണ് 7-ാം തീയതി ഉള്ളത്. ഇനി 8-ാം തീയതി നെടുമങ്ങാട് നിന്ന് റോസ്മലയുണ്ട്. കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് രാമക്കൽമേട് പാക്കേജ് ഉണ്ട്. കിളിമാനൂരിൽ നിന്ന് നെഫർടിറ്റി പാക്കേജ് ഉണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് പൊന്മുടി ഉണ്ട്.
കരുനാഗപ്പള്ളിയിൽ നിന്ന് നെഫർട്ടിറ്റി ഉണ്ട്. കൊല്ലത്തുനിന്ന് കൊച്ചരീക്കൽ വാട്ടർഫോൾസ് പാക്കേജ് ഉണ്ട്. കൊല്ലത്തുനിന്ന് റോസ്മല പാക്കേജ് ഉണ്ട്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് വാഗമൺ പാക്കേജ് ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഗവി പാക്കേജ് ആട്ടിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് ഉണ്ട്. ചേർത്തല ഡിപ്പോയിൽ നിന്ന് ട്രിപ്സ് ഉണ്ട്. മാവേലിക്കരയിൽ നിന്ന് വാഗമൺ ഉണ്ട്. ഹരിപ്പാട് നിന്ന് പൊന്മുടി ട്രിപ്പ് ഉണ്ട്. ഹരിപ്പാട് നിന്ന് മാവേലിക്കര ചാട്ടിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് സി അഷ്ടമുടി ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചതുരംഗപ്പാറ ട്രിപ്പ് ചാട്ടിയിരിക്കുന്നു. വൈക്കത്ത് നിന്ന് മലക്കപ്പാറയുണ്ട്. എരുമേലിയിൽ നിന്ന് ചതുരംഗപ്പാറ ട്രിപ്പ് ഉണ്ട്. മൂന്നാറിൽ നിന്ന് ചതുരംഗപ്പാറ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് രാമക്കൽമേട് ട്രിപ്പ് ചാട്ടിയിട്ടുണ്ട്. നോർത്ത് പറവൂർ നിന്ന് മലക്കപ്പാറ ട്രിപ്പ് ചാട്ടിയിട്ടുണ്ട്. ആലുവയിൽ നിന്ന് മാമലക്കണ്ടം ട്രിപ്പ് ചാട്ടിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് മലക്കപ്പാറ ട്രിപ്പ് ചാട്ടിയിട്ടുണ്ട്. ഊത്താട്ടുകുളത്ത് നിന്ന് കാന്തല്ലൂർ ട്രിപ്പ് ഉണ്ട്. കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം ട്രിപ്പ് ചാട്ടിയിട്ടുണ്ട്. കോതമംഗലത്ത് നിന്ന് ഇല്ലിക്കൽ പാക്കേജ് ഉണ്ട്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയുണ്ട്. ചാലക്കുടിയിൽ നിന്ന് ഇല്ലിക്കൽ പാക്കേജ് ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. പാലക്കാട് നിന്ന് നെല്ലിയാമ്പതി ട്രിപ്പ് ചാട്ടിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് നെല്ലിയാമ്പതി ഉണ്ട്. കോഴിക്കോട് നിന്ന് ജാനകിക്കാട് പാക്കേജ് ഉണ്ട്. കോഴിക്കോട് നിന്ന് മലക്കപ്പാറ ചാട്ടിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ദശാവതാര ടെമ്പിൾസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് മലമ്പുഴയുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ ജംഗിൾ സഫാരി ഉണ്ട്. കണ്ണൂരിൽ നിന്ന് വയനാട് പാക്കേജ് ഉണ്ട്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പാക്കേജ് ഉണ്ട്. കണ്ണൂരിൽ നിന്ന് പൈതൽമല പാക്കേജ് ഉണ്ട്. കണ്ണൂരിൽ നിന്ന് റാണിപുരം പാക്കേജ് ഉണ്ട്. വെഞ്ഞാറമൂട് നിന്ന് ഇലവീഴ പൂഞ്ചിറ, അത് സെപ്റ്റംബർ 9-നാണ്. ഇത്രയും നേരം പറഞ്ഞതാണ് സെപ്റ്റംബർ 8-ന് ചാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 9-ന് വെഞ്ഞാറമൂട് നിന്ന് ഇലവീഴ പൂഞ്ചിറ ഉണ്ട്. മൂന്നാറിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട്. നിലമ്പൂരിൽ നിന്ന് മലക്കപ്പാറയുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂർ പാക്കേജ് ഉണ്ട്. ഇത്രയാണ് സെപ്റ്റംബർ 9-നുള്ളത്. ഇനി 10-ന് വരികയാണെങ്കിൽ സെപ്റ്റംബർ 10-ന് നെടുമങ്ങാട് നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. ചാത്തന്നൂരിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജസ് ഉണ്ട്. പന്തളത്ത് നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ്. പഞ്ചപാണ്ഡവ എന്ന് പറയുമ്പോൾ നമ്മുടെ ആറന്മുള കണക്ട് ചെയ്തുള്ള 5 അമ്പല ദർശനമാണ്. ഒരു പിൽഗ്രിം പാക്കേജാണ്. ചേർത്തലയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. ചേർത്തലയിൽ നിന്ന് പഞ്ചപാണ്ഡവ 2 ബസ് ഉണ്ട്. മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ ട്രിപ്പ് ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് പഞ്ചപാണ്ഡവ ട്രിപ്പ് സെപ്റ്റംബർ 11-നാണ്. അടൂരിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട് 11 സെപ്റ്റംബറിന്. അടൂരിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. മാവേലിക്കരയിൽ നിന്ന് പഞ്ചപാണ്ഡവ ചാർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാറിൽ നിന്ന് ചതുരംഗപ്പാറ സെപ്റ്റംബർ 11-നുണ്ട്. തൊടുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 11-ന് പഞ്ചപാണ്ഡവയുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സെപ്റ്റംബർ 11-ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് പഞ്ചപാണ്ഡവ സെപ്റ്റംബർ 12-നാണുള്ളത്. മൂന്നാർ സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട് 12 സെപ്റ്റംബറിന്. ഇനി 13 സെപ്റ്റംബറിലേക്ക് വരുമ്പോൾ കൊല്ലത്ത് നിന്ന് നെഫർട്ടിറ്റി ഉണ്ട്. മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ ട്രിപ്പ് ഉണ്ട്. കട്ടപ്പനയിൽ നിന്ന് നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. കോഴിക്കോട് നിന്ന് വാഗമൺ പാക്കേജ് സെപ്റ്റംബർ 13-നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി പാക്കേജ് ഉണ്ട്. ഇത്രയാണ് സെപ്റ്റംബർ 13-നുള്ളത്. ഇനി സെപ്റ്റംബർ 14-ന് പാപ്പനംകോട് ഡിപ്പോയിൽ നിന്ന് വാഗമൺ പാക്കേജ് ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്ന് സി അഷ്ടമുടി പാക്കേജ് ഉണ്ട്. വെള്ളറട ഡിപ്പോയിൽ നിന്ന് പൊന്മുടി പാക്കേജ് ഉണ്ട്. പിന്നെ കൊല്ലം ഡിപ്പോയിൽ നിന്ന് വാഗമൺ ചാർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറയുണ്ട്. ഇത് ഓണം വെക്കേഷൻ ടൈമിലുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഓണം വെക്കേഷൻ ട്രിപ്പ് ചാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്തുള്ള ട്രിപ്സ് നോക്കാം എന്നുള്ളതാണ്. ഇപ്പൊ പത്തനംതിട്ടയിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. ആലപ്പുഴ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. എടത്ത് നിന്ന് ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. വൈക്കത്ത് നിന്ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. മൂന്നാറിന് ചതുരംഗപ്പാറ പാക്കേജ്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് വീഡിയോ ഒന്ന് മ്യൂട്ടായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. നോർത്ത് പറവൂരിൽ നിന്ന് മാമലക്കണ്ടം പാക്കേജ് ഉണ്ട്. ആലുവയിൽ നിന്ന് മാമലക്കണ്ടം. മൂവാറ്റുപുഴയിൽ നിന്ന് ചതുരംഗപ്പാറ. കൂത്താട്ടുകുളത്ത് നിന്ന് വട്ടവട. അങ്കമാലിയിൽ നിന്ന് ചതുരംഗപ്പാറ. കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം. കോതമംഗലത്ത് നിന്ന് ചതുരംഗപ്പാറ. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ. ചാലക്കുടി മൂന്നാർ. ചാലക്കുടി നെല്ലിയാമ്പതി. പാലക്കാട് മലക്കപ്പാറ. സുൽത്താൻ ബത്തേരി ജംഗിൾ സഫാരി. കൊല്ലം പൊന്മുടി, അത് സെപ്റ്റംബർ 15-നാണ്. ആലപ്പുഴ എന്ന മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. ചങ്ങനാശ്ശേരി നിന്ന് മാമലക്കണ്ടം ഉണ്ട്.
വൈക്കത്ത് നിന്ന് വട്ടവടയുണ്ട്. മൂന്നാറിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് ഉണ്ട്. എറണാകുളത്ത് നിന്ന് കാന്തല്ലൂർ, നോർത്ത് പറവൂർ നിന്ന് ചതുരംഗപ്പാറ, ആലുവയിൽ നിന്ന് മാമലക്കണ്ടം, കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം, കോതമംഗലത്ത് നിന്ന് ചതുരംഗപ്പാറ ട്രിപ്പുണ്ട്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയുണ്ട്. ചാലക്കുടി മലക്കപ്പാറ 2 ബസ്സുണ്ട്. മലപ്പുറത്ത് നിന്ന് ചതുരംഗപ്പാറ ചാർട്ട് ചെയ്തിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി ഉണ്ട്. പാപ്പനംകോട് നിന്ന് മറയൂറുണ്ട്. അത് 16th സെപ്റ്റംബറിനാണ്, 16-ാം തീയതി. പാപ്പനംകോട് നിന്ന് മറയൂറുണ്ട്. കിളിമാനൂർ നിന്ന് വാഗമൺ ഉണ്ട്. കിളിമാനൂർ നിന്ന് ജംഗിൾ സഫാരി പാക്കേജ് ഉണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് പഞ്ചപാണ്ഡവ, ചാത്തന്നൂർ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. ചടയമംഗലത്ത് നിന്ന് ഗവിയുണ്ട്. കൊല്ലത്ത് നിന്ന് മൂന്നാറുണ്ട്. കൊല്ലത്ത് നിന്ന് കൊച്ചരീക്കൽ വാട്ടർഫോൾസ് ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് ജംഗിൾ സഫാരി ഉണ്ട്. കോട്ടയത്ത് നിന്ന് നെഫർട്ടിറ്റി ഉണ്ട്. മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ ഉണ്ട്. അങ്കമാലിയിൽ നിന്ന് മലക്കപ്പാറ ട്രിപ്പ് ഉണ്ട്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്ന് വട്ടവടയുണ്ട്. ചാലക്കുടിയിൽ നിന്ന് വാഗമൺ ഉണ്ട്. തൃശ്ശൂർ മലക്കപ്പാറയുണ്ട്. തൃശ്ശൂരിൽ നിന്ന് മലക്കപ്പാറ 2 ബസ്സുണ്ട്. മലപ്പുറത്ത് നിന്ന് വേഗ ട്രിപ്പുണ്ട്. നിലമ്പൂരിൽ നിന്ന് വാഗമൺ ഉണ്ട്. കോഴിക്കോട് നിന്ന് മൂന്നാർ ചാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് പൈതൽമലയുണ്ട്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോടുണ്ട്. കണ്ണൂരിൽ നിന്ന് മൂന്നാർ ചാർട്ട് ചെയ്തിട്ടുണ്ട്. പാപ്പനംകോട് നിന്ന് അടവി കുമ്പാവുരുട്ടി പാക്കേജ് ഉണ്ട്. അത് സെപ്റ്റംബർ 17-നാണ്. നെടുമങ്ങാട് നിന്ന് വാഗമൺ ഉണ്ട്. കിളിമാനൂരിൽ നിന്ന് ഇളവീഴ പൂഞ്ചിറ ചാർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് വാഗമൺ ഉണ്ട്. ചാത്തന്നൂരിൽ നിന്ന് വാഗമൺ ട്രിപ്പ് ഉണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് റോസ്മലയുണ്ട്. ചടയമംഗലത്ത് നിന്ന് സി കുട്ടനാടുണ്ട്. കൊല്ലത്ത് നിന്ന് ഇല്ലിക്കൽ കല്ലുണ്ട്. കൊല്ലത്ത് നിന്ന് കുറ്റാലം പാക്കേജ് ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് വേഗ പാക്കേജ് ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് സി അഷ്ടമുടി. തിരുവല്ലയിൽ നിന്ന് മലക്കപ്പാറയുണ്ട്. തിരുവല്ല ഗവിയുണ്ട്. ആലപ്പുഴ മലക്കപ്പാറ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ചേർത്തല മലക്കപ്പാറയുണ്ട്. ചേർത്തലയിൽ നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് ഉണ്ട്. ഹരിപ്പാട് നിന്ന് തെന്മല പാക്കേജ് ഉണ്ട്. കോട്ടയത്ത് നിന്ന് സി അഷ്ടമുടി പാക്കേജ് ഉണ്ട്. മൂന്നാറിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. അങ്കമാലിയിൽ നിന്ന് സി അഷ്ടമുടി പാക്കേജ് ഉണ്ട്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. ചാലക്കുടിയിൽ നിന്ന് ഇല്ലിക്കൽ കല്ല്. പാലക്കാട് നിന്ന് നെഫ്രിറ്റീറ്റി. മലപ്പുറത്ത് നിന്ന് കണ്ണൂർ പാക്കേജ്. കോഴിക്കോട് നിന്ന് ജാനകിക്കാട്. ഇത്രയാണ് സെപ്റ്റംബർ 17-നുള്ളത്. സെപ്റ്റംബർ 18-ലേക്ക് വരുമ്പോൾ കിളിമാനൂരിൽ നിന്ന് അടവി പാക്കേജ് ഉണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് പൊന്മുടി ഉണ്ട്. കരുനാഗപ്പള്ളി ഇല്ലിക്കൽ കല്ലുണ്ട്. കൊല്ലം വയനാടുണ്ട്. കൊല്ലം റോസ്മല. പത്തനംതിട്ട പൊന്മുടി പാക്കേജ് ഉണ്ട്. പത്തനംതിട്ടയിൽ ജംഗിൾ സഫാരി ഉണ്ട്. മാവേലിക്കര റോസ്മല. മൂന്നാറിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട്. തൃശ്ശൂർ നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. മലപ്പുറം ജംഗിൾ സഫാരി പാക്കേജ് ഉണ്ട്. വെഞ്ഞാറമൂട് നിന്ന് രാമക്കൽമേട്. ഇത് സെപ്റ്റംബർ 19-നാണ്. പാപ്പനംകോട് നിന്ന് സി അഷ്ടമുടി. കിളിമാനൂരിൽ പോയി രാമക്കൽമേട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് പഞ്ചപാണ്ഡവ. കൊല്ലത്ത് നിന്ന് ഗവി പാക്കേജ്. പത്തനംതിട്ടയിൽ നിന്ന് രാമക്കൽമേട് പാക്കേജ് ഉണ്ട്. മാവേലിക്കരയിൽ നിന്ന് പൊന്മുടി പാക്കേജ് ഉണ്ട്. കോട്ടയത്ത് നിന്ന് മൂന്നാർ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. കോതമംഗലത്ത് നിന്ന് സി അഷ്ടമുടി പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ഡിപ്പോയിൽ നിന്ന് നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. ഇത്രയാണ് സെപ്റ്റംബർ 19-നുള്ള. സെപ്റ്റംബർ 20-ലേക്ക് വരുമ്പോൾ വെഞ്ഞാറമൂട് നിന്ന് വാഗമൺ പാക്കേജ് ഉണ്ട്. കിളിമാനൂരിൽ നിന്ന് അതിരപ്പള്ളി പാക്കേജ് ഉണ്ട്. കിളിമാനൂരിൽ നിന്ന് ഗുരുവായൂർ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ചടയമംഗലത്ത് നിന്ന് വാഗമൺ ഉണ്ട്. കൊല്ലത്ത് നിന്ന് കൊച്ചരീക്കൽ വാട്ടർഫോൾസ് പാക്കേജ് ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് സി അഷ്ടമുടി പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ഗവി ഉണ്ട്. അടൂർ വാഗമൺ പാക്കേജ് ഉണ്ട്. മാവേലിക്കര ഗവി പാക്കേജ് ഉണ്ട്. മാവേലിക്കര മറയൂർ പാക്കേജ് ഉണ്ട്. എടത്വ കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. ഹരിപ്പാട് ജംഗിൾ സഫാരി പാക്കേജ് ഉണ്ട്. മൂന്നാർ ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. തൊടുപുഴ നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. കോഴിക്കോട് നിന്ന് മൂകാംബിക പാക്കേജ് ഉണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ജംഗിൾ സഫാരി വയനാട് പാക്കേജ് ഉണ്ട്. കണ്ണൂരിൽ നിന്ന് മൂന്നാർ. കണ്ണൂരിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. ഇത്രയാണ് സെപ്റ്റംബർ 20-നുള്ളത്. 21 സെപ്റ്റംബറിന് വെഞ്ഞാറമൂട് നിന്ന് രാമക്കൽമേട്, വെഞ്ഞാറമൂട് മൂന്നാർ, കിളിമാനൂർ ആനച്ചാടിക്കുത്ത് വാട്ടർഫോൾസ്, കിളിമാനൂരിൽ നിന്ന് വാഗമൺ, ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് സി കുട്ടനാട് പാക്കേജ് ഉണ്ട്. നെയ്യാറ്റിൻകരയിൽ തെന്മല പാക്കേജ്. വെള്ളറടയിൽ നിന്ന് വാഗമൺ. ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറ. കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് മൂന്നാർ പാക്കേജ് ഉണ്ട്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് മൂന്നാറുണ്ട്. കൊല്ലത്ത് നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് വാഗമൺ പാക്കേജ് ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് മൂന്നാറുണ്ട്. അടൂരിൽ നിന്ന് വേഗ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് ഉണ്ട്. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് സി അഷ്ടമുടി പാക്കേജ് ഉണ്ട്. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. കോട്ടയത്ത് നിന്ന് രാമക്കൽമേട്. വൈക്കത്ത് നിന്ന് ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് ഉണ്ട്. എറണാകുളത്ത് നിന്ന് മാമലക്കണ്ടം ഉണ്ട്. ആലുവ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം പാക്കേജ് ഉണ്ട്. കൂത്താട്ടുകുളത്ത് നിന്ന് ഇല്ലിക്കൽ കൽ പാക്കേജ് ഉണ്ട്. അങ്കമാലി ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം പാക്കേജ് ഉണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം. കോതമംഗലത്ത് നിന്ന് ഇല്ലിക്കൽ കൽ പാക്കേജ് ഉണ്ട്. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് തന്നെ കൊളുക്കുമല പാക്കേജ് ഉണ്ട്.
തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന് സാഗർറാണി പാക്കേജ് ഉണ്ട്. പാലക്കാട് നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. മലപ്പുറത്ത് നിന്ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. നിലമ്പൂരിൽ നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് ഉണ്ട്. കോഴിക്കോട് നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് ഉണ്ട്. കോഴിക്കോട് നിന്ന് വയനാട് പാക്കേജ് ഉണ്ട്. സുൽത്താൻ ബത്തേരിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട് പാക്കേജ് ഉണ്ട്. കണ്ണൂരിൽ നിന്ന് വയനാട് പാക്കേജ് ഉണ്ട്. ഇത്രയും പാക്കേജാണ് സെപ്റ്റംബർ 21 സെപ്റ്റംബർ 22 വെഞ്ഞാറമൂടിന്ന് കുമ്പാവുരുട്ടി ഉണ്ട്. പപ്പനംകോട് നിന്ന് സി കുട്ടനാട് പാക്കേജ് ഉണ്ട്. നെടുമങ്ങാട് നിന്ന് അടവിയുണ്ട്. കിളിമാനൂരിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറ പാക്കേജ് ഉണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് പഞ്ചപാണ്ഡവ. ചടയമംഗലത്ത് നിന്ന് പൊന്മുടി പാക്കേജ്. കൊല്ലത്ത് നിന്ന് പൊന്മുടി. കൊല്ലത്ത് നിന്ന് കൊച്ചി പാക്കേജ് ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. മാവേലിക്കരയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ്. മാവേലിക്കരയിൽ നിന്ന് നെഫർട്ടിറ്റി. എടത്വയിൽ നിന്ന് വാഗമൺ. എടത്വയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ്. ഹരിപ്പാട് നിന്ന് തെന്മല. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുമ്പാവുരുട്ടി. വൈക്കത്ത് നിന്ന് ചതുരംഗപ്പാറ. എരുമേലിൽ നിന്ന് സി അഷ്ടമുടി പാക്കേജ്. മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ്. എറണാകുളത്ത് നിന്ന് വാഗമൺ പാക്കേജ്. നോർത്ത് പറവൂരിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. ആലുവയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് മാമലക്കണ്ടം പാക്കേജ്. കൂത്താട്ടുകുളത്ത് നിന്ന് രാമക്കൽമേട് പാക്കേജ് ഉണ്ട്. കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം പാക്കേജ് ഉണ്ട്. കോതമംഗലത്ത് നിന്ന് തന്നെ ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയുണ്ട്. ചാലക്കുടിയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. ചാലക്കുടിയിൽ നിന്ന് സാഗർറാണി. തൃശ്ശൂരിൽ നിന്ന് നെല്ലിയാമ്പതി. പാലക്കാട് നിന്ന് സൈലന്റ് വാലി. മലപ്പുറം സൈലന്റ് വാലി. കോഴിക്കോട് നിന്ന് മലക്കപ്പാറ. കോഴിക്കോട് നിന്ന് നെല്ലിയാമ്പതി. കോഴിക്കോട് നിന്ന് ദശാവതാര ടെമ്പിൾസ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി പാക്കേജ്. കണ്ണൂരിൽ നിന്ന് വയനാട് പാക്കേജ്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പാക്കേജ്. ഇത്രയാണ് സെപ്റ്റംബർ 22 ഉള്ളത്. സെപ്റ്റംബർ 23 വരുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഗവിയുണ്ട്. മൂന്നാറിൽ നിന്ന് ചതുരംഗപ്പാറ. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂർ. ഇത്രയാണ് ഉള്ളത്. സെപ്റ്റംബർ 24 കരുനാഗപ്പള്ളിയിൽ നിന്ന് വാഗമൺ. മൂന്നാർ സൈറ്റ് സീയിങ്. കണ്ണൂരിൽ നിന്ന് മൂകാംബിക. പിന്നെ സെപ്റ്റംബർ 25 വരുമ്പോൾ കരുനാഗപ്പള്ളി ഗവി. മൂന്നാർ കാന്തല്ലൂർ. തിരുവല്ല ഗവി. സെപ്റ്റംബർ 26 തിരുവല്ലയിൽ നിന്ന് ഗവിയുണ്ട്. മൂന്നാറിൽ നിന്ന് ചതുരംഗപ്പാറ. സെപ്റ്റംബർ 27 നെയ്യാറ്റിൻകരയിൽ നിന്ന് മലക്കപ്പാറ. മൂന്നാറിൽ നിന്ന് സൈറ്റ് സീയിങ് സർവീസ്. കോഴിക്കോട് നിന്ന് വാഗമൺ. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി പാക്കേജ്. കണ്ണൂരിൽ നിന്ന് മൂന്നാർ. സെപ്റ്റംബർ 28 വരുമ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് പഞ്ചപാണ്ഡവ. പാറശാലയിൽ നിന്ന് ഗവി. കരുനാഗപ്പള്ളിയിൽ നിന്ന് റോസ്മല പാക്കേജ്. കൊല്ലത്ത് നിന്ന് ഗവി. കൊല്ലത്ത് നിന്ന് കൊച്ചരീക്കൽ വാട്ടർഫോൾസ് ഉണ്ട്. അടൂരിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ്. ആലപ്പുഴയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ്. ചേർത്തലയിൽ നിന്ന് പഞ്ചപാണ്ഡവ. മാവേലിക്കരയിൽ നിന്ന് ഗുരുവായൂർ. എടത്വയിൽ നിന്ന് ട്രിവാൻഡ്രം. വൈക്കത്ത് നിന്ന് കാട്ടിൽമേക്കൽ പാക്കേജ് ഉണ്ട്. മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. കുമളിയിൽ നിന്ന് നെഫർട്ടിറ്റി പാക്കേജ്. എറണാകുളത്ത് നിന്ന് ചതുരംഗപ്പാറ. അങ്കമാലിയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ. പാലക്കാട് നിന്ന് മൂന്നാർ. കോഴിക്കോട് നിന്ന് മൂന്നാർ. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വയനാട് പാക്കേജ്. ഇത്രയാണുള്ളത്. സെപ്റ്റംബർ 29 വരുമ്പോൾ വെഞ്ഞാറമൂട് നിന്ന് ഗുരുവായൂർ. വെഞ്ഞാറമൂട് നിന്ന് വാഗമൺ. നെടുമങ്ങാട് നിന്ന് മലക്കപ്പാറ. കിളിമാനൂർ നിന്ന് അടവി. നെയ്യാറ്റിൻകരയിൽ നിന്ന് പൊന്മുടി. പാറശാലയിൽ നിന്ന് അടവി കുമ്പാവുരുട്ടി. വെള്ളറടയിൽ നിന്ന് പാലരുവി. ചാത്തന്നൂർ നിന്ന് റോസ്മല. കരുനാഗപ്പള്ളിയിൽ നിന്ന് പൊന്മുടി. ചടയമംഗലത്ത് നിന്ന് ട്രിവാൻഡ്രം. കൊല്ലത്ത് നിന്ന് പാനിയേലിപ്പോര്. കൊല്ലത്ത് നിന്ന് ഒരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് നെഫർട്ടിറ്റി. പന്തളത്ത് നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. ചേർത്തലയിൽ നിന്ന് മലക്കപ്പാറ. മാവേലിക്കരയിൽ നിന്ന് വാഗമൺ. എടത്വയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ്. കോട്ടയത്ത് നിന്ന് അഞ്ചുരുളി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാമലക്കണ്ടം. വൈക്കത്ത് നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് ഉണ്ട്. എരുമേലിയിൽ നിന്ന് മാമലക്കണ്ടം. മൂന്നാറിൽ നിന്ന് ചതുരംഗപ്പാറ. തൊടുപുഴയിൽ നിന്ന് പഞ്ചപാണ്ഡവ. എറണാകുളത്ത് നിന്ന് രാമക്കൽമേട്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ. ആലുവ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം. മൂവാറ്റുപുഴയിൽ നിന്ന് അഞ്ചുരുളി പാക്കേജ്. കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ. ചാലക്കുടിയിൽ നിന്ന് ഗവിയുണ്ട്. ചാലക്കുടിയിൽ നിന്ന് സൈലന്റ് വാലി പാക്കേജ്. തൃശ്ശൂരിൽ നിന്ന് സാഗർറാണി. പാലക്കാട് നിന്ന് സൈലന്റ് വാലി. പാലക്കാട് നിന്ന് നെല്ലിയാമ്പതി. മലപ്പുറത്ത് നിന്ന് മലക്കപ്പാറ. നിലമ്പൂർ നെല്ലിയാമ്പതി. കോഴിക്കോട് നിന്ന് ജാനകിക്കാട്. കോഴിക്കോട് പൈതൽമല. കോഴിക്കോട് നിന്ന് മലമ്പുഴ. സുൽത്താൻ ബത്തേരി എന്ന് ജംഗിൾ സഫാരി വയനാട്. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് പൈതൽമല. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് റാണിപുരം. ഇത്രയാണുള്ളത്. ഇനി സെപ്റ്റംബർ 30 വരുമ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നെഫർട്ടിറ്റി ഉണ്ട്. മൂന്നാർ സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ട്രിപ്പ് ഉണ്ട്. ഇത്രയാണുള്ളത്. ഇത്രയും ട്രിപ്സാണ് നിലവിൽ KSRTC ചാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ
അപ്പോൾ ഈ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സെപ്റ്റംബർ മാസം പ്രത്യേകിച്ച് ഓണക്കാലത്ത് നിങ്ങളുടെ ട്രിപ്പ് ചാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങളുടെ വെക്കേഷൻ ചാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ KSRTCയോടൊപ്പം ഒരു യാത്ര ചാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് KSRTCയോടൊപ്പമുള്ള ഒരു യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാനും കഴിയും. അതിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഈ ഓണാവധിക്കാലം KSRTCയോടൊപ്പമുള്ള യാത്ര ചാർട്ട് ചെയ്യുക. 2 ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന്, കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയിട്ട് വരാം. വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു ട്രിപ്പ് ചാർട്ട് ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളിൽ പോയിട്ട് വരാം. 2, സേഫ്റ്റി. സ്ത്രീകളാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് പോലും നമുക്ക് KSRTCയോടൊപ്പം യാത്ര ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ്. അപ്പോൾ നിങ്ങൾ ഈ ചാർട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോയിൽ നിന്ന് കണക്ട് ചെയ്തുള്ള സർവീസസ്, ടൂർ സർവീസസ് നോക്കുക. എന്നിട്ട് ഈ ഒരു പാക്കേജിൽ കണക്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.